ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തികച്ചും നാടൻ രീതിയിലുള്ള ഫുഡാണ് കേട്ടോ. കാണിക്കുന്നത് പരിപ്പറിയും ചമ്മന്തിയും പിന്നെ മീൻ പൊരിച്ചതിന്റെ റെസിപ്പീസും ആണ്. പിന്നെ എൻ്റെ കൂടെ കഴിക്കാനായിട്ട് മോരും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും ട്ടോ. ആദ്യമായിട്ട് തന്നെ പരിപ്പ് കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പരിപ്പ് കറിയൊക്കെ എല്ലാവരും വെക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ പരിപ്പ് കഴുകിയിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കനം കുറഞ്ഞ പരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അടുപ്പിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ട്ടോ. അതിനകത്തോട്ട് ഒരു പകുതി അളവിൽ തക്കാളിയും പകുതി വെല്ലുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ട്ടോ. 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. വെല്ലുള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം ട്ടോ. ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പൊന്ന് വേവാൻ വേണ്ടി വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ആ ഒരു പരിപ്പിന്റെ അളവിൽ വ്യത്യാസം വരുമ്പം ഈ ഒരു രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ദേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതേ ഇതിനകത്തോട്ട് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നോർമലി എല്ലാവരും വറവിടുന്നതൊക്കെ തന്നെയാണ്. അതുപോലെ ചെയ്യുന്നു. പക്ഷേ എന്നാൽ ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ചട്ടിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും. ആ ഒരു ചൂടിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ മതി. ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു പരിപ്പുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ ഓൺ ആക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പരിപ്പ് നല്ലതുപോലെ തിളച്ച് വന്നാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഞാനിവിടെ ഈ ഒരു മീനാണ് ട്ടോ എടുത്തിരിക്കുന്നത്. നമ്മള് ഉം എന്താ പറയാ ചൂട അതുപോലെ നെത്തലെന്നൊക്കെ പറയില്ലേ? ഈ ഒരു ചെറിയ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ട്ടോ. അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഈ ഒരു പേസ്റ്റിനകത്തോട്ട് ഞാൻ ഒരല്പം പച്ചമുളകും പിന്നെ 2, 3 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് ട്ടോ. ഇങ്ങനെ നമ്മൾ ഏതൊരു മീനിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അത് നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് ഈ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും വേണ്ട. എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ടും അല്ല വേണ്ടത്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊടികളുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മീനിനനുസരിച്ചുള്ള പൊടികൾ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇപ്പോൾ ദേ മീൻ മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു പൊടിക്കകത്തോട്ട് ഒരു അല്പം ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓപ്ഷണൽ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം കളറൊക്കെ കിട്ടും. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പുരട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരും. ഇനി എണ്ണ ചൂടായ ശേഷം അതിനകത്തോട്ട് മീനുകൾ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് അങ്ങ് ഒരുപാട് അങ്ങ് ചൂടാകുമൊന്നും വേണ്ട. എല്ലാവരും മീൻ പൊരിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ആർക്കെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് 2 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മറന്നു പോയതാണ് ഇടാനായിട്ട്. എടുത്ത് വെച്ചിരുന്നു. പക്ഷേ എന്തോ ആ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദേ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയൊക്കെ ദേ ആ ഒരു ചെറിയ കഷ്ണം ഉണ്ടല്ലോ ആ ഒരു കഷ്ണം മാത്രം മതി. ഇനിയിപ്പോൾ ഇത് നല്ലോണം വഴറ്റി വന്നാൽ അതിനകത്തോട്ട് നമ്മൾ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം മുളക് എടുത്തത്. നിങ്ങൾ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദേ എല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു അല്പം വാളംപുളിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതേ പൊടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുളകൊടിച്ചതായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിത് ചമ്മന്തിയാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പപ്പടം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി പപ്പട ചമ്മന്തിയാണ്.
അപ്പോൾ ദേ നമ്മുടെ പപ്പട ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതുപോലെ നാടൻ രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ ഇത്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലെ ചോറും അതുപോലെ നാടൻ കറിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും എഴുതി അറിയിക്കണം കേട്ടോ. ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു മീന്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ പപ്പടവും മോരും അതുപോലെ തന്നെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് എന്താ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.